യൂറോ കപ്പ് സീരീസിൻ്റെ പാർട്ട് 4 യൂറോ കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 മാച്ചിലേക്ക് സ്വാഗതം. പക്ഷേ റിയലിനെ സംബന്ധിച്ച് പോർച്ചുഗലിൻ്റെ എതിരാളി സ്വിറ്റ്സർലാൻഡാണെന്ന് മാത്രം, സ്ലോവാക്യ അല്ല. അപ്പോൾ ഇന്ന് രാത്രി നടക്കുന്ന കളിയിൽ സ്ലോവാക്യയാണ് എതിരാളികൾ. പക്ഷേ ഇതിൽ സ്വിറ്റ്സർലാൻഡ് ആയിപ്പോയി. ഫസ്റ്റ് നമ്മുടെ ഷോട്ട് ഗോൾ അടിച്ച്, പിന്നെ അമ്മമാരുടെ ഷോട്ട് പോസ്റ്റ് അടിച്ച്, പിന്നെ ഹാഫ് ടൈം സെക്കൻഡ് ഹാഫിൽ അമ്മമാരുടെ ഷോട്ട് പിന്നെ പോസ്റ്റ് അടിച്ച് റീബൗണ്ട് അമ്മമാർ ഗോൾ അടിച്ചു. അങ്ങനെ ഞാൻ ആദ്യത്തെ ഗോൾ കഴിഞ്ഞു. പിന്നെ നമ്മൾ ക്രിസ്റ്റ്യാനോ തിരിച്ചടിച്ച് ഫുൾ ടൈം ആയി. പിന്നെ ഹാഫ് ടൈം കഴിഞ്ഞു. പിന്നെ ഫസ്റ്റ് ഹാഫിലൊന്നും ഉണ്ടായില്ല, അതുകൊണ്ടാണ് നമ്മൾ കാണിച്ചത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ആ ഒരു ക്രോസ് അല്ലാതെ പിന്നെ ഒന്നും ഉണ്ടായില്ല. സോ പെനാൽറ്റി ഷൂട്ടറിലോട്ട് പോയി. ഞാൻ സ്പീഡിൽ കാണിക്കുവാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ലാസ്റ്റ് നമ്മുടെ പോർച്ചുഗൽ അവസാനം പൊട്ടിയിട്ടുണ്ട്. നമ്മൾ 7 ഗോൾ അടിച്ചിട്ട് അവർ 8 ഗോൾ അടിച്ചിട്ട് നമ്മളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ എന്തായാലും യൂറോ കപ്പ് സീരീസ് കൂടെ അവസാനിക്കുകയാണ്. എന്തായാലും പോർച്ചുഗലിൽ ശരിക്കൊരു കപ്പ് എടുക്കാൻ പറ്റായിരുന്നു പറഞ്ഞുകൊണ്ട് യൂറോ കപ്പ് സീരീസിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ യൂറോ കപ്പ് സീരീസ് കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ ബൈ ഫ്രം KL Dev XD.